ചില ട്രിസ്റ്റ് എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്, ഇത് മനസ്സിലാക്കി ഈശോ അവിടെ നിന്ന് പിൻവാങ്ങി എന്ന് പറയുകയാണ്. ഏത് മനസ്സിലാക്കി ഈശോ എന്ന് ചോദിക്കുമ്പോൾ ഇതിനു മുമ്പുള്ള വചനഭാഗം കൂടി നമ്മൾ വായിച്ചു നോക്കേണ്ടതായിട്ട് വരും. അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുകയാണ്, ഈശോ സാപത്തിൽ കൈ സൂക്ഷിച്ച് ഒരുവനെ സൗഖ്യപ്പെടുത്തുന്നു. ഇത് മനസ്സിലാക്കിയ ഫരിസേയർ ഈശോയെ കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഈശോയെ എങ്ങനെയെങ്കിലും ചതിവിൽപ്പെടുത്താനായിട്ട് ആലോചന നടത്തുന്നു. എങ്ങനെയെങ്കിലും ഈശോയെ കൊടുക്കണം എന്നുള്ള രീതിയിൽ അവർ ആലോചന നടത്തുന്നു. അവിടെ പറയുകയാണ്, ഇത് മനസ്സിലാക്കി ഈശോ അവിടുന്ന് പിൻവാങ്ങുകയാണ്. അനേകം പേര് ഈശോയെ അനുഗമിക്കുന്നു. അവരെല്ലാവരെയും ഈശോ സുഖപ്പെടുത്തുന്നു. രണ്ട് തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. ഒന്നാമത്തെ ആളുകൾ ആരാണ്? ഒന്നാമത്തെ ആളുകൾ ഫരിസേയരാണ്. ഫരിസേയർ എന്ത് ചെയ്യുന്നു? ഫരിസേയർ എങ്ങനെയെങ്കിലും ഈശോയെ നശിപ്പിക്കണം എന്നുള്ള രീതിയിൽ അവർ ഒത്തുചേർന്ന് ഗൂഢാലോചന നടത്തുകയാണ്. രണ്ടാമത്തെ ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ ഈശോയുടെ പിന്നാലെ നടന്ന് ഈശോയിൽ നിന്നും സൗഖ്യം സ്വീകരിക്കുന്നവരാണ്. ഇഷ്ടമുള്ള ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഈശോ എന്നൊരാൾ നമ്മുടെ മധ്യേ അനേകർക്ക് സൗഖ്യം നൽകിക്കൊണ്ട് നടന്നു പോകുമ്പോൾ, അനേകർക്ക് സമാധാനം നൽകിക്കൊണ്ട് കടന്നു പോകുമ്പോൾ ഈശോയെ അനുഗമിക്കാനാണോ ഞാൻ ശ്രമിക്കുന്നത്, അതോ ഈശോയെ കണ്ടിൽ നിന്ന് അടിക്കാനാണോ ഞാൻ ശ്രമിക്കുന്നത്? ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആവശ്യമായ മാറ്റങ്ങൾ ജീവിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.